ഷെഫേ, ഈ ഇടയായിട്ട് എനിക്ക് ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ട്. അല്ലല്ല, അതല്ല. അതായത് ഇപ്പോ നമ്മുടെ ഈ വീട്ടിലെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ള പലർക്കും അറിയില്ല. അപ്പോൾ അതിനെ കുറിച്ച് ഷെഫ് കുറച്ചൊന്ന് പറഞ്ഞുതരാണെങ്കിൽ. വീട്ടിലെ ഫ്രിഡ്ജ്, അതെ. ഈ ഫ്രിഡ്ജ് എന്തിനാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇല്ല. അതായത് നമ്മൾ പലതരത്തിലുള്ള ആഹാരം അതിനകത്ത് വെക്കുന്നില്ലേ. അപ്പൊ ഈ ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൃത്യമായിട്ട് നമ്മളിത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതായത് റോ ഫുഡ്സും കുക്ക്ഡ് ഫുഡ്സും ഇതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലത്തെ ഫ്രിഡ്ജിന്റെ ആ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മളിങ്ങനെ ഡോർ തുറക്കുന്നു, അതിലിങ്ങനെ തന്നെ മുകളിലത്തെ ലെയർ, മിഡിൽ ലെയർ, താഴോട്ട് ലെയർ, പിന്നെ താഴെ ഒരു ബോക്സ് പുറത്തിരുന്നുണ്ടാവും. ഇതാണ് കൂടുതലായിട്ട് എല്ലാവരുടെയും അല്ലെ സാധാരണക്കാരുടെ ഒക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാവുക. ഇതിൽ നമ്മൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ നമുക്ക് റെഡി ടു ഈറ്റ് ഫുഡ് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ക്ലീൻഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ ഏറ്റവും മുകളിലത്തെ ഇതിൽ വയ്ക്കുക. രണ്ടാമത്തെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്താ പറയുക, ഡയറി പ്രോഡക്ട്സുകൾ, അതായത് നമ്മുടെ ചീസ്, മിൽക്ക്, ക്രീം, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ മുട്ടയും നമുക്ക് അവിടെ കഴുകി വൃത്തിയാക്കിയ മുട്ടയും നമുക്ക് അവിടെ സൂക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റോ ആയിട്ടുള്ള, അതായത് നമ്മൾ കഴുകാത്ത സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ വെജിറ്റബിൾസ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ബോട്ടം ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റോ ആയിട്ടുള്ള നമ്മുടെ സീ ഫുഡ്സ്, റെഡ് മീറ്റ്, അതുപോലെ തന്നെ പോൾട്രി, ഇതാണ് നമ്മളവിടെ സൂക്ഷിക്കേണ്ടത്. ഇത് എല്ലാം കൃത്യമായിട്ടുള്ള സെപ്പറേറ്റ് കണ്ടെയ്നറുകളിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിനകത്തു നിന്നുള്ള ഡ്രിപ്പിങ്സ്, വെള്ളം ഒഴുകി വീണിട്ട് ബാക്കിയുള്ള ഫുഡിലേക്ക് പോയിട്ട് അത് ക്രോസ് കണ്ടാമിനേഷൻ ആയിട്ട് തീരും. അതുപോലെ ഡോറിന്റെ ഹാൻഡിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ അത് ഡോർ എപ്പോഴും തുറക്കുകയും ചെയ്യുന്നില്ലേ. അപ്പൊ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഹീറ്റിലേക്ക് എക്സ്പോസ്ഡ് ആയിട്ട് സ്പോയിൽ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ലോങ് ഷെൽഫ് ലൈഫ് ഉള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഡോറിൽ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കിടക്കും. ഇത്രയും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിനെ അറേഞ്ച് ചെയ്ത് സൂക്ഷ്മതയോടെ നമുക്ക് ഒരു ഗുഡ് ഹെൽത്തി ലൈഫ് നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനെ വിളിച്ചു പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ, പറയാം. ശരി 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 ശരി.